അപ്പോൾ അതിൽ നിന്ന് ഭാഗികമായി ചീഞ്ഞ ഒരെണ്ണത്തിന് എടുക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്തം മാത്രമേ അന്ന് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അച്യുതാനന്ദൻ പൊക്കി എടുക്കുകയാണ് ചെയ്തത്. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്ക് അയാളുടെ ഭാര്യ, അയാളുടെ മകള്, അയാളുടെ മകൻ്റെ അമ്മായി അച്ഛൻ, അയാളുടെ ബന്ധുക്കൾ, ഇവരെല്ലാവരും അഴിമതിയിൽ ചെളിക്കൂട്ടിനകത്ത്. പക്ഷേ CPM-നകത്ത് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തോ മുഖ്യമന്ത്രി സ്ഥാനത്തോ ഇത്രയേറെ റുത്ത്ലെസ്സും ഇത്രയേറെ കഴിവില്ലാത്തൊരു മനുഷ്യൻ ഇതുവരെ ഇരുന്നിട്ടില്ല. ഇയാൾ അടിമുടി അന്ന് മുതലേ അഴിമതിക്കാരനായിരുന്നു. ഈ ലാവലിൻ മാത്രമല്ല, വേറെ പല അഴിമതി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു തേർഡ് റേറ്റ് മനുഷ്യനാണ് ഇയാൾ. ഞാൻ അയാളോട് വിമർശിക്കുന്ന ഒരാളാണെങ്കിൽ ആ വിമർശനം മാത്രം വെച്ച് ഞാൻ പറയുകയല്ല ചെയ്തു. ലാവലിൻ കേസിൽ പ്രതിയായിട്ട് പോലും അയാൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ടില്ല. അതെ. നമസ്കാരം. നിയമസഭയിലാകട്ടെ, മാധ്യമപ്രവർത്തകരോടാകട്ടെ, പൊതുവേദിയിലാകട്ടെ, കള്ളം പറയാൻ, ആയിരക്കണക്കിന് ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കള്ളം പറയാൻ യാതൊരു എളുപ്പമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. അതൊരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് PR വിവാദത്തിലൂടെ. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയധികം അധപതിക്കാൻ കഴിയുന്നത്? സുമേഷ്, നമ്മൾ ഈ പിണറായി വിജയനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു വിധത്തിലുള്ള ഒരു ക്വാളിറ്റിയുമില്ലാത്ത ഒരു തേർഡ് റേറ്റ് മനുഷ്യനാണ് ഇയാൾ. ഞാൻ അയാളോട് വിമർശിക്കുന്ന ഒരാളാണെങ്കിൽ ആ വിമർശനം മാത്രം വെച്ച് ഞാൻ പറയുകയല്ല ചെയ്തു. ഇപ്പോൾ കണ്ണൂർ തന്നെയുള്ള പ്രബലരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ നായനാർ പോലുള്ള ഒരുപാട് ആളുകളുടെ കാര്യം നമ്മൾ എടുത്തു നോക്കും. അവരുടെ ഒന്നും കൂടെ നിർത്താൻ കഴിയുന്ന ആളായിരുന്നില്ല ഇയാൾ. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ ഇയാളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 90കളുടെ, എനിക്ക് തോന്നുന്നു 80കളുടെ മധ്യത്തിൽ MV രാഘവൻ, ശരിക്കും MV രാഘവനായിരുന്നു അവിടുത്തെ ഏറ്റവും തലയെടുപ്പുള്ളൊരു നേതാവ്. അയാൾ പോയപ്പോഴത്തേക്കും MV രാഘവൻ്റെ കൂടെ പ്രത്യശാസ്ത്ര ശുദ്ധിയുള്ള പല നേതാക്കന്മാർ, ഇപ്പോൾ പുത്തലത്ത് നാരായണൻ, അതുപോലെയൊക്കെയുള്ള ഭരതൻ, അതുപോലുള്ള ഒരുപാട് നേതാക്കന്മാർ MV രാഘവൻ്റെ കൂടെ അങ്ങ് പോയി. അപ്പോൾ ഞാനത് വേറെ ചില ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്ന പോലെ ഈ തിരിവുകൾ മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പഴുത്ത ഒരു മാമ്പഴ കൊട്ടയിൽ നല്ല പഴമെല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ചീഞ്ഞതൊക്കെ അവിടെ ഇവിടെ കിടക്കും. ഒരു ചീഞ്ഞത് പകുതിയും മുക്കാലും പൂർണ്ണമായിട്ടും ചീഞ്ഞതായിട്ടുള്ള കുറേ മാങ്ങകൾ ഒരു പെട്ടിയിലിട്ടിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗികമായി ചീഞ്ഞൊരു മാങ്ങ മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ യഥാർത്ഥത്തിൽ 80കളുടെ മധ്യത്തിൽ രാഘവൻ പോയി, രാഘവൻ്റെ കൂടെ പ്രബലരായിട്ടുള്ള ആളുകൾ മുഴുവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ പിണറായി വിജയനെ പോലെയും കോടിയേരി ബാലകൃഷ്ണനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ മാത്രമേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഭാഗികമായി ചീഞ്ഞ ഒരെണ്ണത്തിന് എടുക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്തം മാത്രമേ അന്ന് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അച്യുതാനന്ദൻ പൊക്കി എടുക്കുകയാണ് ചെയ്തത്. അച്യുതാനന്ദന് ദോഷവും ചെയ്തു. അത് പിന്നീട്. പക്ഷേ അച്യുതാനന്ദൻ അങ്ങനെ ഒരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായി? പക്ഷേ പ്രത്യയശാസ്ത്ര ശുദ്ധിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ ഉള്ള ആളുകളെന്ന് അവിടെ ലഭ്യമല്ലായിരുന്നു. മനസ്സിലായി? അങ്ങനെ എടുത്തതാണ് ഇയാളെ. മനസ്സിലായി? ഇയാൾ അടിമുടി അന്ന് മുതലേ അഴിമതിക്കാരനായിരുന്നു. ഈ ലാവലിൻ മാത്രമല്ല, വേറെ പല അഴിമതി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മാത്രമല്ല, വാസു, വാസു ഒരു RSSകാരനെ കൊന്നില്ലേ? അല്ല, അത് വാടിക്കൽ രാമകൃഷ്ണൻ. വാടിക്കൽ രാമകൃഷ്ണൻ ജനസംഘം 60കളുടെ അവസാനം. അപ്പോൾ ആ കൊലക്കേസിൽ മുതൽ പ്രതിയായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ ഒരു മസിൽ പവറിൻ്റെ ആളായിരുന്നു. അടിയുടെയും തടയുടെയൊക്കെ ആളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പാണ്ഡ്യാല ഷാജി പറയുന്ന കാര്യങ്ങളുണ്ട്. പാണ്ഡ്യാല ഗോപാൽ ആയിരുന്നാണ് അയാളുടെ അച്ഛൻ്റെ പേര്. അയാളുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുമ്പോഴാണ് പാണ്ഡ്യാല ഷാജിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇയാൾ ഗുണ്ടകളെ വിട്ടത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ ക്വാളിറ്റി കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു ഇയാൾ. പിന്നീട് അയാൾ 1998, 96, 2001 കാലഘട്ടത്തിലാണ് ലാവലിൻ കേസിൽ അയാൾ പ്രതിയായത്. പിന്നീട് 2001, 2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എത്രയോ അഴിമതി കേസുകളുമായിട്ട് ബന്ധപ്പെട്ട അയാൾ ചർച്ച വന്നു. അതിനുശേഷം 90കളുടെ 2002 പകുതിയിൽ അയാൾ ലാവലിൻ കേസിൽ പ്രതിയായി. ലാവലിൻ കേസിൽ പ്രതിയായിട്ട് പോലും അയാൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ടില്ല. അതിനുശേഷം നമ്മൾ വന്നിട്ട് നോക്കിയേ, അതിനുശേഷം നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ എത്രയോ അഴിമതി ആരോപണങ്ങൾ അയാൾക്കെതിരെ ഉയർന്നു വന്നു. അതിനുശേഷം സ്വർണ്ണക്കള്ളക്കടത്ത് വന്നു, ഡോളർക്കള്ളക്കടത്ത് വന്നു, സ്പ്രിംഗ്ലർ വന്നു. അതൊക്കെ ഒന്നാം പിന്നെ പിണറായി സർക്കാർ കാലത്ത് 6 ആരോപണം. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഡോളർ കള്ളക്കടത്ത് വന്നു. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്ക് അയാളുടെ ഭാര്യ, അയാളുടെ മകള്, അയാളുടെ മകൻ്റെ അമ്മായി അച്ഛൻ, അയാളുടെ ബന്ധുക്കൾ, ഇവരെല്ലാവരും അഴിമതിയിൽ ചെളിക്കൂട്ടിനകത്ത്. അപ്പം ആ നിലയിലുള്ള ഒരു വളരെ ക്വാളിറ്റി കുറഞ്ഞ, ഈ പേശീബലം മാത്രം ഉള്ള, വളരെ റുത്ത്ലെസ് ആയിട്ടുള്ള, എന്ത് ചെയ്യാനും എന്ത് പറയാനും മടിയില്ലാത്ത, ഈ എന്ത് പച്ച കള്ളവും വിളിച്ചു പറയാൻ മടിയില്ലാത്ത, ഒന്ന് നടന്നാൽ അതിന് ഘടകവിരുദ്ധമായി പറയാൻ മടിയില്ലാത്ത, TP ചന്ദ്രശേഖരനെ കൊന്നപ്പം കുലംകുത്തി എന്ന് പറയാൻ മടിയില്ലാത്ത
ഒരു പത്രത്തിൻ്റെ എഡിറ്ററെ ഗോപാലകൃഷ്ണൻ എടോ ഗോപാലകൃഷ്ണൻ എന്ന് വിളിക്കാൻ മടിയില്ലാത്ത, ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിക്കാൻ മടിയില്ലാത്ത, ഒരു MBA പരനാറി എന്ന് വിളിക്കാൻ മടിയില്ലാത്ത ഇതുപോലത്തെ ഒരു ക്വാളിറ്റി കുറഞ്ഞ CPM-ന്റെ ലീഡർഷിപ്പിലേക്ക് വന്ന ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഒരാൾ. ഇപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് 17 വർഷം ഇരുന്ന മനുഷ്യനാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ 25 വർഷം ആകുകയാണ് അയാൾ പാർട്ടി അയാൾ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട്. 17 വർഷം പാർട്ടി സെക്രട്ടറിയും 8 വർഷം മുഖ്യത്. പക്ഷേ CPM-നകത്ത് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തോ മുഖ്യമന്ത്രി സ്ഥാനത്തോ ഇത്രയേറെ റുത്ത്ലെസ്സും ഇത്രയേറെ കഴിവില്ലാത്തൊരു മനുഷ്യൻ ഇതുവരെ ഇരുന്നിട്ടില്ല. കാരണം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇതിനു മുമ്പ് ഇരുന്നിട്ടുള്ള ആരാണ്? നായനാർ, അതിനുമ്പ് VS, അല്ല അതിന് BMS, അതിനുശേഷം VS. അവരിരുന്ന കസേരയിലാണ് ഇയാൾ ഇരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ഞാൻ കൂട്ടുന്നില്ല, കാരണം കോടിയേരി ബാലകൃഷ്ണൻ ഇയാൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിനകത്ത് ഞാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു പുതുമയും തോന്നുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. മനസ്സിലായി? കാരണം BS അച്യുതാനന്ദനൊക്കെ ഇതുപോലെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനോഗത ഉണ്ടാകും. ഇയാൾ ഇത്രയും പറഞ്ഞുള്ളല്ലോ എന്നുള്ളതാണ്. അല്ല, എങ്കിലും എങ്ങനെയാണ് ഇത്രയും പകൽ വെളിച്ചം പോലെ കാര്യങ്ങൾ സ്പഷ്ടമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ കള്ളം പറയാനും ആർത്തട്ടഹസിച്ച് ചിരിച്ച് കൊണ്ട് പത്രസമ്മേളനത്തിൽ നിന്ന് എണീറ്റ് പോകാനും ഒക്കെ? കാരണം ഈ ജനങ്ങളുടെ പണം കൊണ്ടല്ലേ ഇയാൾ ഇങ്ങനെ ജീവിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതിങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പോഴത്തെ ഒരു സമകാലിക രാഷ്ട്രീയം എന്ന് പറയുന്നത് പഴയ പോലത്തെ ഒരു രൂപത്തിലും ഭാവത്തിലും ഉള്ളതല്ല. ആദ്യം നമുക്കറിയാം പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്രത്തിൽ കൂടെ വന്നാൽ വന്നില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം ദൃശ്യമാധ്യമങ്ങളുടെ ഘട്ടം വന്നു. ദൃശ്യമാധ്യമങ്ങളുടെ ഘട്ടം വന്നപ്പോഴും കൊടുക്കേണ്ടത് കൊടുക്കും, കൊടുത്തില്ല കൊടുക്കുകയില്ല, കൈയും കാലം പിടിച്ച്. ഇപ്പോൾ ഞാനൊക്കെ അച്യുതാനന്ദനോട് 2006 കാലഘട്ടത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും പത്രക്കാരെയും ദൃശ്യമാധ്യമങ്ങളെയൊക്കെ വിളിച്ചിട്ട് അവരോട് മനസ്സിലായോ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അതല്ല. ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ഈ പറയുന്നതിലെ ശരി തെറ്റുകൾ വളരെ ക്രൂഡായിട്ട് തന്നെ അവരിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ കേസിനെന്ന് പറഞ്ഞ ഈ വിഷയം വന്നു. കേസിനെന്ന് പറഞ്ഞ വിഷയം വന്നു, ഈ ലേഖനം വന്നു. ആ ലേഖനത്തിൽ ഈ വിവാദ പരാമർശം വന്നു. ആ വിവാദ പരാമർശം വന്നപ്പോഴത്തേക്ക് വിവാദം ഉണ്ടായപ്പോഴത്തേക്കും പ്രസ് സെക്രട്ടറിയുടെ നിഷേധക്കുറിപ്പ് പോകുന്നു. ആ നിഷേധക്കുറിപ്പിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള ആളുകൾ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഒരു നിഷേധക്കുറിപ്പ് പറയുന്നു. അതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നടന്ന സംഭവവികാസങ്ങൾ ഓരോന്നും അതാത് സെക്കൻഡിൽ നമ്മുടെ മൊബൈലിൽ വരികയാണ്. ഈ വരുന്നതെല്ലാം തന്നെ വരുന്നത് സംബന്ധിച്ച് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് തീരുമാനിക്കാൻ നമുക്ക് അപ്പം നമുക്ക് കഴിയുകയാണ്. അതേ സെക്കൻഡിൽ കഴിയുക. അതിൽ ശരി ഏതാണ് തെറ്റ് ഏതാണെന്നുള്ളതും മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ഈ കാര്യത്തിൽ തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കൂ. നമ്മളിപ്പോൾ CPM-നെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന് തന്നെ വിചാരിക്കുക. ഈ വിവാദ ലേഖനം വരുന്നു. 22 മുതൽ 38 മണിക്കൂർ വരെ പിണറായി വിജയന് യാതൊരു പ്രശ്നവുമില്ല, അവിടെ തന്നെ പാളി. 38 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാളുടെ പ്രസ് സെക്രട്ടറി പറയുന്നു ഇത് ഭയങ്കരമായിട്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു വൈരുദ്ധ്യം വന്നു. അത് വന്ന ഉടനെ തന്നെ ഹിന്ദുവിന് കത്തയക്കുന്നു. ഉടനെ ഹിന്ദു അയക്കുന്ന മറുപടി എന്താണ്? ഹിന്ദു പറയുന്നത് ഒരു PR ഏജൻസിയുടെ ആളുകൾ വന്നു, അവർ തന്നു കയറ്റിയത്. സ്വാഭാവികമായും ഇതിനകത്ത് ശരി തെറ്റ് അപ്പം തന്നെ ജനത്തിന് അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലെത്താൻ പറ്റും. കാരണം ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ, അതും ഹിന്ദുവായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ഇൻ്റർവ്യൂവിൽ അയാൾ പറയാത്ത, അതും വളരെ വിസ്ഫോടനകരമായിട്ടുള്ള ഒരു വിഷയം ഒരു PR ഏജൻസിയുടെ ഒരുത്തം വന്ന് കയറ്റിന്ന് ഉള്ള ഹിന്ദുവിൻ്റെ ന്യായീകരണം പിണറായി വിജയന് പോലും ഉള്ളിൽ അംഗീകരിക്കാൻ കഴിയുമോ? കഴിയില്ല. അത് വരുന്നു. അതിനെക്കുറിച്ച് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോഴത്തേക്ക് പിണറായി വിജയൻ എന്താ പറയുന്നത്? എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, PR ഒന്നുമില്ല. അപ്പോൾ PR ഒന്നും ഇല്ല എന്ന് അയാൾ പറയുമ്പോൾ PR ആണ് എന്ന് പറഞ്ഞ ഹിന്ദുവിനെതിരെ എന്തെങ്കിലും നടപടി വേണ്ടേ? നടപടി ഇല്ലെന്നാ പറയുന്നത്. ഖേദം പ്രകടിപ്പിച്ചു. അപ്പൊ അവിടെ തന്നെയുള്ള കാര്യം സുമേഷ് ആലോചിച്ചു. ഖേദം പ്രകടിപ്പിച്ചു എന്നവർ പറയും. ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അവർ വെറുതെ ഖേദം പ്രകടിപ്പിക്കുകയല്ലല്ലോ ചെയ്തത്. അവർ 2-3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അവർ പറഞ്ഞു ഇതൊരു PR ഏജൻസി പറഞ്ഞിട്ടാണ്. ആ PR ഏജൻസിയുടെ 2 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവരെ രേഖാമൂലം എഴുതി തന്നാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്ന് ഉള്ള വിവരം പൊതുമണ്ഡലത്തിൽ കിടക്കുകയല്ലേ. സ്വാഭാവികമായും അവർ ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഈ വിഷയത്തിനുള്ള മറുപടി എന്താ ഇല്ലാത്തെന്നുള്ളത് മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് വരില്ലേ? 1. 2, മുഖ്യമന്ത്രി എന്നിട്ട് പറയുന്ന വേറൊരു കാര്യം എന്താണ്? അത് TK ദേവകുമാറിൻ്റെ മകൻ ഞങ്ങളുടെ പഴയ പരിചയക്കാരനാണ്, അതുകൊണ്ട് ശുദ്ധ അസംബന്ധമല്ലേ? കാരണം മലയാളം ദേശാമാനി എന്ന് പോലുമാണ് ഹിന്ദുവിനെ വിളിക്കുന്നത്. ആ ഹിന്ദു പത്രത്തിൽ ഒരു ഇൻ്റർവ്യൂ വേണമെങ്കിൽ അത് എൻറാമോ അവിടുത്തെ ആരെങ്കിലും സീനിയർ പത്രങ്ങളിലേക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കല്ലേ വിളിച്ച് പറയേണ്ടത് എന്നുള്ളത് അറിയാനായിട്ട് നമുക്കിപ്പോൾ PhD-യും MA MPhil ഒന്നും വേണ്ട, ഏത് നഴ്സറി കുട്ടിക്ക് പോലും മനസ്സിലാവും. 2, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഇതുപോലെ അല്ലാതെ എഴുതിയവനെ പോലും ശിക്ഷിച്ചിട്ടുള്ള പിണറായി വിജയൻ ഇത്രയും വിസ്ഫോടനകരമായിട്ടുള്ളൊരു കാര്യം, അതായത് മലപ്പുറം എന്ന് പറഞ്ഞ ജില്ലയിൽ ഇതുപോലെ പണം ഉണ്ടാകുന്നു, ഹവാല ഉണ്ടാകുന്നു, അത് മുഴുവൻ സംസ്ഥാന വിരുദ്ധവും ദേശവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വിസ്ഫോടനകരമായിട്ടുള്ളൊരു കാര്യം ഹിന്ദു എഴുതിയിട്ടും അയാൾക്ക് ക്ഷമയങ്ങ് കൊടുക്കുകയാണ് ഒരു വശത്ത്. മറുവശത്ത് ഏതോ ഒരു ചെറുക്കൻ ടി സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞൊരുത്തർ, അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അവൻ പറഞ്ഞു ഞാൻ കൊടുത്തു. ഇതൊക്കെ ആരാണ് വിശ്വസിക്കുന്നത്? ഒന്ന്. രണ്ട്, ഇയാൾ പറയുന്നത് എന്താണ്? രണ്ടുപേര് പിന്നെ പത്രലേഖ ഇരിപ്പുണ്ടായിരുന്നു, കൂടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അതിനകത്ത് എന്തൊരു അസംബന്ധമാണ്. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള മനുഷ്യനാണ്, മനസ്സിലായില്ലേ? നമ്മൾ കണ്ടതാണ് മറ്റേ ജനസദസ്സിൻ്റെയൊക്കെ സമയത്ത് മുദ്രാവാക്യം വിളിക്കാൻ വന്നവനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇസഡ് കാറ്റഗറി ഉള്ള ഒരാളുടെ മുറിയിലേക്ക് ഒരാൾക്ക് ചുമ്മാ ഇങ്ങനെ ഇൻട്രൂഡ് ചെയ്ത് കയറി വരാൻ പറ്റും, മനസ്സിലായി? അപ്പം ഇതിനകത്തൊക്കെ ഉള്ള പിന്നെ ദുരൂഹതകൾ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും അതിൻ്റെ ഒരു തീരുമാനത്തിൽ എത്തുന്നുമുണ്ട്. പാർട്ടി സമ്മേളനം നടക്കുകയാണ്, അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ വിഷയത്തിലൊക്കെ അയാളെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എം പി ജയരാജനൊക്കെ പരസ്യമായിട്ട് ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഞാൻ വേറെ കാര്യം പറഞ്ഞു. ഈ ADGP അജിത് കുമാർ RSSകാരെ കണ്ട വിഷയം, ആ വിഷയത്തിൽ ഇയാൾ വിവസ്ത്രനാണ്, തുണി ഉരിഞ്ഞ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു ന്യായീകരണം അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു പാർട്ടിക്കാരനും അത് വിശ്വസിച്ചിട്ടില്ല, ഒരു പാർട്ടിക്കാരനും അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം CPM ഭരിക്കുമ്പോഴത്തേക്ക് CPM ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കും പോലീസ് ഫോഴ്സ്, അങ്ങനെയാണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ഒരാൾ RSSൻ്റെ നയരൂപീകരണ കർത്താക്കളുമായി ഒന്നല്ല രണ്ട് തവണ ചർച്ച ചെയ്യുന്നത്. അത് പിണറായി വിജയൻ അറിയാതെ അനങ്ങാൻ പോലും പറ്റില്ല എന്നുള്ളത് ഏത് താഴെത്തട്ടിലെ ബ്രാഞ്ച് മെമ്പർക്കും അറിയാവുന്ന കാര്യമാണ്, മനസ്സിലായില്ലേ? ഇപ്പോഴും സംരക്ഷണമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം വലിയ തോതിലുള്ള പരിക്ക് അയാൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത്? അയാളുടെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി, അയാളുടെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി, അതുപോലെ തന്നെ K. ചന്ദ്രൻപിള്ള, വേറൊരാളും കൂടെ 3 സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ നേരിട്ട് ചോദിച്ചു എന്നാണ് പറയുന്നത്, മനസ്സിലായി? അപ്പോൾ ആ നിലയിലേക്കും ഇപ്പം MP ജയരാജൻ്റെ കാര്യം നമ്മൾ പറയേണ്ടതാ. ആരാണ് MP ജയരാജൻ? MP ജയരാജൻ കണ്ണൂരിലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്, അയാൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, അയാൾ ഇയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു നേരത്തെ. അപ്പോൾ അയാളെപ്പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരുത്തും വന്നിട്ട് ഒരു പത്രസമ്മേളനം നടന്നു. എൻ്റെ സുമേഷ് എത്ര ദയനീയമാണെന്ന്. ഒരു ഗുമസ്തൻ എന്നുള്ള നില, പിണറായി വിജയൻ ഒരു ഗുമസ്തനായി പോലും പിണറായി വിജയനെ നമുക്ക് ഗോവിന്ദനും ഇതുപോലെ എന്ന് പറഞ്ഞ് കിടന്ന് അട്ടഹസിക്കുകയായിരുന്നു, മനസ്സിലായി? അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഏതാണ്ട് അവസാനത്തിൻ്റെ ആരംഭം. ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി കടന്ന് അയാൾ പോകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ അതിഭീകരമായിട്ടുള്ള വിമർശനമാണ് ഇയാൾക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾ വല്ലാതെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. ഇയാൾക്കിനി അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല. ഒരുപാട് ഫാസിസ്റ്റുകളും പിന്നെ ഏകാധിപതികളും ഒക്കെ ലോകത്തൊക്കെ കുറേ ഒരു ചരിത്രത്തിലൊരു ഘട്ടത്തിലൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടം കഴിയുമ്പോൾ അവരെല്ലാം കരിഞ്ഞുണങ്ങി വീഴുന്നതാണ് കാണുക. അത് ഇയാളുടെ കാര്യത്തിൽ നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എൻ്റെ മനസ്സിലില്ല.